അല്ലെങ്കിൽ തന്നെ എറണാകുളം എന്നത് തിരക്കിൻ്റെയും അസ്വസ്ഥതയുടെയും നാടാണല്ലോ. കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്കിൻ്റെ ഷെൽഫിനുള്ളിൽ താഴും ചെരിഞ്ഞും കുനിഞ്ഞും എത്ര നാൾ. ഇടയ്ക്കെപ്പോഴോ വന്നു പോകുന്ന ചിലർ, അവരിൽ ഏറിയ പങ്കും ഉദ്യോഗാർത്ഥികളോ പരീക്ഷാർത്ഥികളോ ആവാം. ഞങ്ങളിൽ ചിലരെ കൈവച്ചും മറിച്ചും തിരിച്ചും പുറം ചട്ട നോക്കിയും പരിശോധിക്കുന്നവർ. അതിൽ ഭൂരിഭാഗവും നിർവികാരമായി പടിയിറങ്ങും. ചിലരാകട്ടെ ഞങ്ങളിൽ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടും. എന്തായാലും ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എന്ന പദ്ധതി വന്നതോടെ ഞങ്ങളെല്ലാം സന്തോഷത്തിലാണ്. എത്രയോ അധ്യാപകർ വന്ന് ഞങ്ങൾക്ക് കൂടെയുള്ളവരെയൊക്കെ ആവേശഭരിതമായി കൂടെ കൂട്ടി. ഞങ്ങൾ കുറച്ചുപേർ നിരാശരായിരുന്നു, ഞങ്ങൾ ആർക്കും വേണ്ടാത്തവരാണല്ലോ എന്നോർത്ത്. കഴിഞ്ഞ ദിവസം കരിമ്പാടം DD സഭ ഹൈസ്കൂളിലെ വായനക്കൂട്ടത്തിലേക്ക് ചിലരെ വേണമെന്ന് മാനേജർ പറഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ വരവ്. എല്ലാം പെട്ടെന്നായിരുന്നു. ഞങ്ങളെ ഷെൽഫിൽ നിന്നെടുത്തതും വട്ടിലാക്കിയതും 2 പേർ ചേർന്ന് കാറിലാക്കി പാഞ്ഞതും എല്ലാം. നട്ടുച്ച നേരം കണ്ടെയ്നർ റോഡിലൂടെയുള്ള സഞ്ചാരം എന്ത് രസമായിരുന്നു. ആ ദിവസം മുഴുവൻ കാറിനകത്തായിരുന്നു ഞങ്ങളുടെ നിദ്ര. രാവിലെ കരിമ്പാടം DD സഭ ഹൈസ്കൂളിൻ്റെ ഗേറ്റിലേക്ക് എത്തുമ്പോൾ 2 കുട്ടിപ്പട്ടാളക്കാരായിരുന്നു ഞങ്ങളെ വരവേറ്റത്. കുട്ടികളെല്ലാം എത്ര മാറിയിരിക്കുന്നു. വളരെ ഊർജ്ജസ്വലരാണവർ. കൈകൾ മാറി മാറി വിദ്യാലയത്തിൻ്റെ വായന പൂക്കുന്നിടത്തേക്ക് എത്തിയപ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളെപ്പോലെ നിരാശ നിറഞ്ഞ പുസ്തക സുഹൃത്തുക്കളെ കാണാനേയില്ല. എന്നും എപ്പോഴും കുട്ടികൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്ന പുസ്തക കൂട്ടങ്ങൾ. ആ ഊർജ്ജസ്വലതയും ഉന്മേഷവും അവരിൽ ഞങ്ങൾ നിറയെ കണ്ടു. വായനാക്കൂട്ട രൂപീകരണ സമ്മേളനങ്ങൾ ഒക്കെ കുട്ടികളെയും പുസ്തകങ്ങളെയും കൊണ്ട് നിറഞ്ഞു. എന്തുത്സാഹമാണ് അവർക്ക്! ഞങ്ങളെ കയ്യിലെടുക്കുമ്പോൾ ഓരോ ഊഷരതയിലും ഞങ്ങളെ ആവരണം ചെയ്യുന്ന പച്ചപ്പ് ഞങ്ങളിവിടെ സ്വപ്നം കാണുന്നു. 2 മത്സ്യങ്ങൾ എന്ന കഥയിലെ മത്സ്യങ്ങൾ ചിന്തിക്കും പോലെ ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ജീവനെ കുളിരണിയിക്കാൻ വായനാക്കൂട്ടത്തിലെ പൂത്തുമ്പികൾ ഉണ്ടാകും. അവർ ഞങ്ങളിലെ തേനുണ്ട് ഈ മഹാപ്രപഞ്ചത്തിലെ അറിവിൻ്റെ പരാഗരേണുക്കളായി പറക്കും. അങ്ങനെ പൂക്കാമരത്തിൻ്റെ ചില്ലകളിൽ പൂവും തളിരും കായും നിറഞ്ഞ് വസന്തത്തിൻ്റെ കാലം വിരിയും.